കേരളത്തിലെ ട്രെയിനുകളുടെ സമയക്രമത്തിലെ മാറ്റം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകൾ പുതിയ സമയക്രമം പാലിച്ച് സർവീസ് നടത്തുക. മൺസൂൺ ഷെഡ്യൂളിന്റെ ഭാഗമായി കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിലാണ് മാറ്റം. 128 ദിവസത്തേക്ക് 42 ട്രെയിൻ സർവീസുകൾക്കാണ് പുതിയ സമയക്രമം ബാധകമാവുക. കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസ് ഡ്രൈവർമാരിൽ ഒരാളുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. പോലീസ് ഡ്രൈവർ ഷൈജിത്തിന്റെ പാസ്പോർട്ടാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണിത്. നിലവിൽ കേസിൽ പ്രതികളായ 2 പോലീസുകാരും ഒളിവിലാണ്. നീറ്റ് പരീക്ഷ ഫലം വന്നപ്പോൾ കേരളത്തിനാകെ അഭിമാനമായിരിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ ദീപ്നിയ. 109ാം റാങ്കാണ് ദീപ്നിയ ഡിബിക്ക് ലഭിച്ചത്. 1ാം ക്ലാസ് മുതൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ദീപ്നിയയുടെ നേട്ടം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനും അഭിമാനകരമാണ്. ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദീപ്നിയ പഠിച്ചത്. പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലാണ് നീറ്റ് പരിശീലനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. അപകടമുണ്ടായി 28 മണിക്കൂറുകൾക്ക് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് അന്വേഷണത്തിലെ സുപ്രധാന ചുവടുവെപ്പ് എന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണം പക്ഷികളെ വിമാനത്തിൽ ഇടിച്ചതില്ലെന്ന് ഡിജിസിയുടെ പ്രാഥമിക നിഗമനം. അപകട കാരണമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളെ ഡിജിസിയെ തള്ളിക്കളഞ്ഞു. പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് പിഴവുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് നിഗമനം. വിമാനത്തിലെ പക്ഷികൾ വന്നിടിച്ചതിന്റെ യാതൊരു തെളിവുകളും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന് ഡിജിസിയെ വ്യക്തമാക്കി. മാത്രവുമല്ല, പക്ഷികളെ ഇടിച്ചാൽ ഇരട്ട എഞ്ചിന് തകരാറുണ്ടാകില്ലെന്നും നിമിഷങ്ങൾക്കുള്ളിലെ വിമാനം തകരില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ആളുകളെ അകറ്റിനിർത്തുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ LDFന് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ. നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. പ്രചാരണരംഗം തിളച്ചുമറിയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളായിരുന്നു നിലമ്പൂരിലെ പ്രധാന രാഷ്ട്രീയായുധം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും വെൽഫെയർ പാർട്ടിയെ അനുകൂലിച്ച് VD സതീശന് നടത്തിയ പ്രസ്താവനയും വൻവിവാദങ്ങൾക്ക് വഴിയൊരുങ്ങി. ജമാഅത്തെ പിന്തുണയുടെ പേരില് സമസ്തയിലെ ഒരു വിഭാഗം VD സതീശനെതിരെ പരസ്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കി. ഭാര്യയുടെ അന്ത്യാഭിലാഷം നിറവേറ്റി തന്റെ കുഞ്ഞുമക്കൾക്കടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള യാത്രയിലായിരുന്നു അർജുന മനുഭായി പടോലിയ. എന്നാൽ അഹമ്മദാബാദ് വിമാന ദുരന്തം ആ പിതാവിനെ മക്കൾക്കടുത്തേക്ക് എത്തിച്ചില്ല. അമ്മയ്ക്ക് പിന്നാലെ 4ഉം 8ഉം വയസ്സുള്ള ആ പെൺകുട്ടികൾക്ക് അച്ഛനെയും നഷ്ടപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് അർജുന്റെ ഭാര്യ ഭാരതി പട്ടേൽ ലണ്ടനിൽ വെച്ച് മരണപ്പെട്ടത്. സ്വന്തം നാട്ടില് നർമ്മദ നദിയില് തന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്നായിരുന്നു ഭാരതിയുടെ അവസാനത്തെ ആഗ്രഹം. ഇത് നിറവേറ്റുന്നതിനായാണ് ഗുജറാത്തിലെ അമ്രേലിയിലേക്ക് എത്തിയത്. മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി എയർ ഇന്ത്യ വിമാനത്തിലെ ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു അർജുന്. എത്രയും പെട്ടെന്ന് തന്റെ കുഞ്ഞുമക്കളുടെ അടുത്തേക്കെത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാലും ഇത് മറ്റൊന്നായിരുന്നു. വിമാനാപകടത്തിൽ അർജുന് ജീവന് നഷ്ടമായി. ഇറാനില് വീണ്ടും ഇസ്രയേൽ ആക്രമണമെന്ന് റിപ്പോർട്ട്. ടെഹ്റാനില് വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഫോർദോ ആണവ കേന്ദ്രമാണ് ഇസ്രയേല് ലക്ഷ്യമിട്ടതെന്ന് ഇറാന് മാധ്യമങ്ങൾ റിപ്പോർട്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തില് ഇറാന് പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമനേയി ഉടനെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഫോർദോ ആണവ നിലയത്തിന് സമീപത്തുനിന്ന് 2 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നാണ് റിപ്പോർട്ടുകൾ. തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വയലാത്ര വാവൽത്താൻ വീട്ടിൽ സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സിനീഷിന്റെ ബന്ധുക്കൾ അറിയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറി ഇറാന്. നാളെ ഒമാനില് നടക്കാനിരുന്ന ചർച്ചയിൽ നിന്നാണ് ഇറാന് പിന്മാറിയത്. ചെയ്ത മണ്ടത്തരത്തിന് ഇസ്രയേല് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇറാന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.